കേരളം ഇതുപോലെ കത്തേണ്ടതാണ്. ഇന്നും കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും കത്താമെന്നുള്ള സാധനമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കും ഇവിടെ ബോധമുള്ള മുസ്ലിങ്ങൾക്കാണ്. കാരണം ഈ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളുകളെ കെണിയിൽ പെടാൻ സാധിക്കാതെ പോയി എന്നുള്ളത് ഒന്നത്. രണ്ട്, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തത് അതുണ്ടാക്കിയിട്ടുള്ള ആ ബെനിഫിറ്റ് അത് ചെറുതല്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആ തീവ്രവാദ കൂട്ടങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മൾ കണ്ടതാണ്. ഈ അവലും മലരും അതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നിലനിന്നിരുന്ന ആളുകൾ ഇന്ന് അകത്ത് കിടക്കുന്നതോട് കൂടിയാണ് കേരളം കത്താതിരിക്കുന്നത്. അപ്പോൾ ഈ നിരോധനം കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഗുണം. പക്ഷേ ഇതുപോലെ ഒരു ഗുണം അവർക്ക് അവിടെ ലഭിച്ചില്ല. കാരണം എന്താണ്, അവിടെയുള്ള മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഫോഴ്സസ് ഇപ്പോഴും അവിടെ ഒരു പോപ്പുലർ ഫ്രണ്ട് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. അവിടെ അനേകം മറ്റ് ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നമുക്കുള്ള നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകൾ അത് വേറെയുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കേണ്ട പോലെ എത്തിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല. കാരണം വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ഇതുപോലെ അവരെ ഇമോഷണലി അവരെ ഇതുപോലെ കോർത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള കലാപങ്ങൾക്ക് വരെ ഇങ്ങനെ ഇളക്കി വിടാനുള്ള സാഹചര്യം അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. ഒരു വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വെച്ചിട്ടൊരു കാര്യം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോയത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമല്ല. അന്ന് ഒരാൾ അതിനകത്ത് ഞാൻ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴും എനിക്ക് അഭിമാനമാണ്. പക്ഷേ അന്ന് ആ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ആ പള്ളിയിൽ അന്ന് ഒസാമയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ആളുകളാണ്. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ ഒസാമ ബിൻ ലാദനെ എങ്ങനെ കാണണം എന്നുള്ളത് അവരുടെ ചിന്തയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം അത് പള്ളി മിമ്പറിൽ നിന്ന് ഉസ്താദ് പറയുന്നതിന് കണക്കിന് ഇങ്ങനെ ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പൈപ്പർ എന്ന് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങൾ ഓർമ്മയുണ്ടാവും. കുറേ എലികളെയും കൂട്ടി ഇങ്ങനെ പോകുന്ന ബാക്ക് പൈപ്പർ, അതുപോലെ ഒരു കൂട്ടം ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ തലച്ചോറുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങുക. ഹൃദയം അതുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ഓഫാക്കുക. എന്നിട്ട് തലച്ചോറുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ ശീലിക്കുക. ഇതാണ് വേണ്ടത്. എന്നാലേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു ക്രെഡിറ്റ് പോകുന്നത് കുറച്ചെങ്കിലും ബോധമുള്ള മുസ്ലിങ്ങളോടുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കണം. എന്നാലും അവരെ ഇപ്പോഴും കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അതിന് പിന്നാലെ നടക്കുന്ന വലിയ കൂട്ടം ആളുകൾ, അതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ ഒരു കുറവൊക്കെ പരിഹരിക്കുന്ന ആരാണ്? അത് ഇന്നിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറുകയാണ്. അപ്പോൾ അവർ ഇതിന് പിന്നാലെ കൂടിയിരിക്കുകയാണ്. മുസ്ലിങ്ങളെ നിങ്ങൾ വേട്ടയാടാൻ പോകുന്നത് വേട്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീതി വ്യാപാരം അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ വീണ് പോകരുത്. ഇത് മുസ്ലിങ്ങളെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല. ഈ വഖഫിൻ്റെ നിയമമാണ് നിങ്ങൾ അഫക്റ്റ് ചെയ്യുക. ഇവിടെ പറയാറുണ്ട് 40,000-40,000 കേസ് ഉള്ളതിൽ ഏതാണ്ട് 15,000 കേസ്, 13,000 ജില്ലാനാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 10,000-ലധികം കേസുകൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. അതായത് ഈ വഖഫ് നിയമത്തിൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ തന്നെയാണ്.